എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാമത്തെ ശ്ലോകം. സംസാരബന്ധ നിർമുക്തി കഥം സ്യാന്മേ ദയാനിധേ ഇതി യാസു ദൃഢാ ബുദ്ധി വക്തവ്യാസാമുമുക്ഷത. സംസാരബന്ധ നിർമുക്തി കഥം സ്യാന്മേ ദയാനിധേ. ചില ബുക്കില് കഥാനിധേ എന്ന് കാണും. ദയാനിധേ എന്നുള്ളതിന് പകരം കഥാനിധേ എന്നും ചില ബുക്കുകളിൽ ഉണ്ട്. ഇതിയാസു ദൃഢാ ബുദ്ധി വക്തവ്യാസാമുമുക്ഷത. ഇപ്പോ 4ാമത്തെ സാധനയാണ് പറയുന്നത്, മുമുക്ഷുത്വം. എന്താണ് മുമുക്ഷത്വം? മോക്ഷം വേണമെന്ന ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. ഇത് ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണെന്നാണ് പറയുന്നത്. മുമുക്ഷുത്വം വേണം. അന്തിമ ലക്ഷ്യം നേടണമെങ്കിൽ മുമുക്ഷുത്വം ഉണ്ടാകണം. അപ്പൊ അതൊരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇപ്പോ ഒരു അർഹതയാണ്, ഒരു അർഹത. മോക്ഷം നേടാൻ ഒരു അർഹതയിൽപ്പെട്ടതാണ് മുമുക്ഷുത്വം. അപ്പോ മുമുക്ഷുത്വം വേണം മോക്ഷം നേടാൻ എന്ന് പറയുമ്പോൾ ഈ മുമുക്ഷുത്വം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. ഈ മുമുക്ഷുത്വം എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവർക്കും മോക്ഷം വേണമെന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. കാരണം മോക്ഷം വേണ്ട എന്ന് പറയുന്നവര് അതെന്ത് അറിയാതെ പറയുന്നതാ. മോക്ഷം വേണ്ട എന്ന് ചിലർ പറയും. മോക്ഷമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോയാൽ മതി, മോക്ഷമൊന്നും വേണ്ട. അത് പറയുന്നത് എന്താണ് ഈ മോക്ഷം എന്ന് അറിയാഞ്ഞിട്ടാണ് ഈ പറയുന്നത്. കാരണം ആനന്ദം വേണ്ട എന്നാരെങ്കിലും പറയുമോ? ഇപ്പോ ഇതിനെക്കുറിച്ച് അറിയാത്തവർ പറയുന്നത് എനിക്ക് മോക്ഷമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ സുഖമായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞു പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോ അവരാ സുഖത്തിന് ഇപ്പോ അവർക്ക് എന്തോ ഒരു സുഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് പെർമനന്റ് ആണ് എന്നവർ വിചാരിച്ചിരിക്കുകയാണ്. അത് സ്ഥിരമായ സുഖമല്ല, ആ സുഖം എപ്പോ വേണമെങ്കിൽ പോകാം, അസ്ഥിരമാണ് എന്ന ഒരു ബോധം അവരുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവര് അങ്ങനെ പറയുന്നത്. കാരണം നിത്യമായ സുഖത്തിനെ വേണ്ടെന്ന് ആര് പറയും? ആരും പറയില്ല. നിത്യമായ സുഖമാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പ്രയത്നിക്കുന്നതിന് വേണ്ടി തന്നെയാ. പക്ഷെ തെറ്റായിട്ട് സാധാരണ ലൗകിക സുഖങ്ങളെ നിത്യമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം സുഖമായിട്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവും, ആ സുഖം നഷ്ടപ്പെടും. വീണ്ടും അടുത്ത സുഖത്തിന് വേണ്ടി പ്രയത്നിക്കും. സാരമില്ല, അങ്ങനെയല്ലേ, കുഴപ്പമില്ല, അടുത്ത നമുക്ക് എന്തായാലും ഇനിയും അത് ലഭിക്കും എന്നും പറഞ്ഞ് വീണ്ടും പ്രയത്നിക്കും. വീണ്ടും ചില സുഖങ്ങൾ ലഭിക്കും, അതും ശാശ്വതമായിരിക്കില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ മുമുക്ഷുത്വം എന്ന് പറയുമ്പോൾ മോക്ഷമാണ്, അതിൻ്റെ ആ ക്വാളിഫിക്കേഷൻ കൊണ്ട് നേടേണ്ടത് മോക്ഷമാണ്. ആ മോക്ഷം എന്നത് ആനന്ദമാണ്, ആ ആനന്ദം സ്ഥിരമായ ആനന്ദമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ ശരിയായിട്ടുള്ള ആ വഴിയിൽ കൂടെയുള്ള യാത്ര ആരംഭിക്കുകയുള്ളൂ. അപ്പോ അങ്ങനെയാണെങ്കിൽ മുമുക്ഷുത്വത്തിനെ എന്തുകൊണ്ട് സാധനയായിട്ട് പറയുന്നു? അതെന്തിനാ സാധനയായിട്ട് പറയുന്നത്? എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അതൊരു സാധനയായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും മോക്ഷം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും, അതായത് എല്ലാവർക്കും ആനന്ദം വേണമെന്ന ആഗ്രഹമുണ്ട്. അവർ മുമുക്ഷുത്വം എന്ന് പറയുന്നില്ലെങ്കിലും ആനന്ദമാണ് ലക്ഷ്യം, അത് ശാശ്വതമായതിനെ ആഗ്രഹിക്കുന്നില്ല എന്നൊരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ മുമുക്ഷുത്വം അങ്ങനെ സാധനയായിട്ട് എന്തുകൊണ്ടാണ് പറയണേ എന്ന് ചോദിച്ചാൽ, തീവ്ര മുമുക്ഷുത്വം വേണം. ഒരു വെറുതെ ഒരു വാക്കിനൊരു മുമുക്ഷുത്വം പോരാ, തീവ്രമായ മുമുക്ഷുത്വം വേണമെന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. എന്താണ് ഇവിടെ തീവ്രം എന്ന് പറഞ്ഞാൽ? അതിനെ
പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാനമാക്കി മാറ്റണം. എന്തിനെ? മുമുക്ഷുത്വം പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ ഒന്നാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അതായത് മുഖ്യമായത്. എൻ്റെ ജീവിതത്തിൽ മുഖ്യമായിട്ട് ഞാൻ കാണുന്നത് മുമുക്ഷുത്വത്തെയാണ്. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. മുമുക്ഷുത്വമാണ് എൻ്റെ പ്രധാനമായിട്ടുള്ളത് എൻ്റെ ജീവിതത്തില്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ആദ്യത്തെ ആഗ്രഹം മോക്ഷം നേടലാണ്. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ മുമുക്ഷുത്വം ആണ്, മോക്ഷം നേടണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ഏറ്റവും മുമ്പിലുള്ളത്. അതിനു വേണ്ടിയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. എന്ന് വരണം എന്നാണ് പറയുന്നത്. മറ്റെല്ലാത്തിനെയും ഈ ആഗ്രഹത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവണം. മുമുക്ഷുത്വം എന്നതിനെ തീവ്ര സാധനയായിട്ട് വേണം എടുക്കാൻ. ആ തീവ്രമായ മുമുക്ഷുത്വം ഉള്ളിൽ വരുമ്പോ എങ്ങനെ അതിന് മുന്നോട്ട് കൊണ്ടുപോവുക? മറ്റുള്ളതെല്ലാം സെക്കൻഡറി ആയിട്ട് മാറണം. എല്ലാത്തിനെയും, മറ്റെല്ലാ ആഗ്രഹങ്ങളെയും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യണം. ചെയ്തേ പറ്റുള്ളൂ. എല്ലാവർക്കും ഈശ്വരപ്രാപ്തി എന്നൊരു ആഗ്രഹമുണ്ട്, അല്ലേ? ഭഗവാനിൽ എത്തിയാൽ മതി എന്നെല്ലാവരും പറയും. ഭഗവാനെ കിട്ടിയാൽ മതി. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാം മാറ്റം വരും. എല്ലാവർക്കും ഈശ്വരപ്രാപ്തിയാണ് ആഗ്രഹം. അത് മുമുക്ഷുത്വം എന്ന് പറയുന്ന സാധനയല്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഈശ്വരനെ വേണം, ഈശ്വരപ്രാപ്തിയാണ്, ഭഗവാനിലേക്ക് എത്തിയാൽ മതി എന്നൊക്കെ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും. ഭക്തി കൊണ്ടവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും പറയും. പക്ഷെ അപ്പോൾ ഒന്നും അതൊരു സാധനാരൂപത്തിലല്ല നമ്മുടെ ഉള്ളിൽ ഉള്ളത്. നമ്മൾ പറയുന്നു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, അതിനെ പ്രധാനമാക്കി കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ പ്രധാനമാക്കി കൊണ്ടുവരുമ്പോഴാണ് അത് സാധനയായിട്ട് മാറുന്നത്. അപ്പോൾ മാത്രമേ മറ്റുള്ള ആഗ്രഹങ്ങളെ മാറ്റി ഇതിനെ മുന്നിൽ കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യം, ഈശ്വരപ്രാപ്തിയാണ് എൻ്റെ ലക്ഷ്യം, സാധാരണ പോലെ തന്നെ മറ്റെന്തെല്ലാം ആഗ്രഹങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതും എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒരിക്കലും അതൊരു സാധനയായിട്ട് മാറില്ല. അങ്ങനെ സാധനയാക്കാൻ എളുപ്പമാണോ? അല്ല, ഒട്ടും എളുപ്പമല്ല. അതിനെ മുമുക്ഷുത്വത്തെ സാധനയാക്കുന്നത് ഏറ്റവും കഠിനമാണ്. മുമുക്ഷുത്വത്തെ സാധനമാക്കുമ്പോൾ എന്താ? അതിനെ സാധനയാക്കിയാൽ മറ്റെല്ലാം രണ്ടാമതായി മാറും. അങ്ങനെ ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അന്തിമ ലക്ഷ്യം നേടണമെങ്കിൽ, പൂർണ്ണത്വം നേടണമെങ്കിൽ അങ്ങനെ പോയേ പറ്റുള്ളൂ. അപ്പോ ആ ആഗ്രഹത്തെ തീവ്രമാക്കണം, ഭയങ്കരമായിട്ട് തീവ്രമാക്കണം. അപ്പോ ഈ ശ്ലോകത്തില് ഒരു ശിഷ്യന്റെ തിങ്കിങ്, അയാളുടെ ഒരു ശിഷ്യന്റെ വിചാരത്തെയാണ് ഇവിടെ ഈ ശ്ലോകത്തില് ആചാര്യസ്വാമികൾ പറയുന്നത്. നമ്മുടെ ഇപ്പൊ പറഞ്ഞ ശ്ലോകത്തില് ഒരു ശിഷ്യന്റെ വിചാരത്തെയാണ് പറയുന്നത്. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ശിഷ്യൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? എപ്പോഴും മുഖ്യമായ പ്രധാനമായ ആഗ്രഹത്തെ അല്ലേ ഭഗവാന്റെ അടുത്ത് വേണമെന്ന് പറയാറ്. നമ്മളിപ്പോ രാവിലെ എണീറ്റ് ഒരു പ്രാർത്ഥനയ്ക്ക് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണല്ലോ പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ പോയാലും എന്താ പ്രാർത്ഥിക്കുക? ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഏതോ അതിനെയാണ് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. വലിയ വ്രതം 41 ദിവസത്തെ വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? ഒരു പ്രത്യേക പ്രാർത്ഥന ഉള്ളിൽ ഉണ്ടാവുമല്ലോ, ഒരു പ്രത്യേക ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും മറ്റുള്ളതിനെക്കാട്ടിലും പ്രധാനം ആ സമയത്ത്. ആ സമയം ഒന്നിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിപ്പോ ഓരോ ദിവസവും ഓരോന്നായിരിക്കും. ചിലപ്പോൾ 2 ദിവസം ഒരാഗ്രഹമായി, ചിലപ്പോൾ ഒരാഴ്ച ഒരാഗ്രഹമായിരിക്കാം, പിറ്റത്തെ ആഴ്ച വേറെ, അങ്ങനെ വരാം. എന്തായാലും പ്രാധാന്യം ഏതാണോ അതിനെയാണ് ഭഗവാന്റെ മുമ്പിൽ ചോദിക്കുന്നത്. ഭഗവാനോട് ചോദിക്കുന്നത് ആ പ്രാധാന്യം ഏതാണോ അതിനെയാണ് ചോദിക്കുന്നത്. അപ്പോ മുമുക്ഷുത്വത്തിന് മുഖ്യ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ എന്ത് ചോദിക്കും? അപ്പോളേ നമ്മൾ മുമുക്ഷുത്വം ചോദിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ സാധാരണ നിലയ്ക്ക് അത് ചോദിക്കാൻ പേടിയല്ല എല്ലാവർക്കും. മുമുക്ഷുത്വം ചോദിക്കാൻ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ വൈരാഗ്യം, സമം, ദമം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറകെ നിൽപ്പുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് അവസാനം എനിക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ പോകുമോ? അങ്ങനൊരു ചോദ്യമുണ്ട്. ആ ഒരു ഭയമുണ്ട്.
ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഈ സുഖഭോഗങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റാതെ പോകൂലോ. അതുകൊണ്ട് ഇപ്പൊ മുമുക്ഷത്വമൊന്നും ചോദിക്കണ്ട, സമയമാവുമ്പോ നോക്കാം. അപ്പൊ ഇവരുടെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് സമയമാവുന്നത്? ഇന്ദ്രിയങ്ങളൊന്നും ഈ ആസ്വാദനത്തിന് പറ്റാതെ വരുമ്പോ സമയമായി എന്നൊരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഈ വയസ്സാം കാലത്ത് അതൊക്കെ വയസ്സാവുമ്പോ നോക്കാം എന്ന് പറയുന്നത്. വയസ്സാവുമ്പോ നോക്കാം എന്ന് പറയുന്നതിന്റെ കാര്യം, വയസ്സാകുമ്പോ കണ്ണിന് അങ്ങനെ കണ്ടു സുഖിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്കൊന്നും കാണാൻ മേല, എല്ലാവരും മൂടലായി. ചെവി കൊണ്ട് കാര്യമായിട്ടൊന്നും കേട്ട് സുഖിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, മറ്റുള്ളവരുടെ കുറ്റം പോലും കേൾക്കാൻ പറ്റുന്നില്ല, വലിയ പ്രയാസം. നാക്കുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല, എരിവ് കൂടുതലായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ പുളി കൂടുതലായിട്ട് തോന്നുന്നു, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, അകപ്പാടെ ബുദ്ധിമുട്ട്. അപ്പോൾ വിചാരിക്കുന്നു മുമുക്ഷുത്വം ഇപ്പോഴാണ് പാകം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ മതിയെന്ന്, ആരോഗ്യമുള്ള സമയത്ത് ഈ ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ മതിയെന്ന് വിചാരിക്കും. പക്ഷേ ആ സമയം ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം, ഇപ്പൊ നമ്മുടെ സ്ഥൂല ശരീരം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്നുള്ളൂ. അതിൻ്റെ പുറകിലുള്ള, കണ്ണിന്റെ പുറകിലുള്ള കാണണമെന്ന ആഗ്രഹം പോയിട്ടില്ല. ചെവിയുടെ ഉള്ളിലുള്ള കേൾവിയുടെ കേൾക്കണമെന്ന ആഗ്രഹം പോയിട്ടില്ല. നാക്കില് രുചിക്കണമെന്ന ആഗ്രഹം പോയിട്ടില്ല. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹം നമ്മളിൽ നിന്ന് പോയിട്ടില്ല. അതുണ്ട്. ഇപ്പൊ ഇന്ദ്രിയത്തിന് പറ്റാത്തത് കൊണ്ട് അതിനെ അടക്കി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മുമുക്ഷുത്വം, ഈശ്വരനെ വേണം എന്നൊരു ചെറിയ ചിന്തയിലേക്ക് പോയിട്ടുള്ളൂ. അത് തീവ്രമാക്കാൻ അപ്പൊ പറ്റില്ല. പെട്ടെന്ന് അങ്ങനെ തീവ്രമാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വാസന, നമ്മുടെ ജന്മത്തിന് കാരണം തന്നെ അതാണല്ലോ. അപ്പോ ഒരുപാട് വാസനകൾ നമ്മളെ ഈ സമയമാവുമ്പോഴേക്കും, ഈ ഒരു പ്രായമാവുമ്പോഴേക്കും ഒരുപാട് വാസനകൾ നമ്മളിൽ കയറി കഴിഞ്ഞു കാണും. കഴിഞ്ഞ ജന്മത്ത് കൂടാതെ ഈ ജന്മത്തിലും കൂടെ ഒരുപാട് വന്നു കാണും. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കഴിയുന്നതും നേരത്തെയേ ഈ വക കാര്യങ്ങളെ മനസ്സിലാക്കി ഓരോന്നിലും തൃപ്തി കൊണ്ടുവരണം. ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ തൃപ്തനാകണം. ഉടനെ അടുത്തത് കിട്ടിയാലേ തൃപ്തിയാവുള്ളൂ, പിന്നത്തത് കിട്ടിയാലേ തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. ഈ ഉള്ളിലുള്ള ആശകളും മോഹങ്ങളൊന്നും താൽക്കാലികമായിട്ട് നമുക്ക് അടങ്ങി എന്ന് തോന്നുമെങ്കിലും അടങ്ങിക്കാണില്ല. കാരണം അടുത്ത ഒരു, ഇപ്പോ കഴിക്കാൻ വയ്യ, മധുരം കഴിക്കാൻ വയ്യ, പ്രശ്നങ്ങളാണ്, അസുഖമാണ്. പക്ഷെ മധുരത്തെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം എന്നൊരു വർത്തമാനം നമ്മൾ പറയും. ഇപ്പൊ ഷുഗറും കാര്യങ്ങളൊക്കെയാ, അപ്പൊ വേണ്ട എന്ന് പറയും. പക്ഷെ അപ്പൊ ആ ഒരു പറച്ചല് ഉള്ളില് ഒരു വാസനാരൂപത്തില് ആ ആഗ്രഹം കിടപ്പുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. എവിടെ നോക്കിയാലേ നമ്മളെ തന്നെ ചിന്തിച്ചാൽ മതി, മറ്റുള്ളവരെ നോക്കണ്ട. അവനവന്റെ ഉള്ളിലോട്ട് ചിന്തിച്ച് നോക്കുക. ആഗ്രഹം കിടപ്പുണ്ടോ എന്ന് നോക്കിയാൽ കാണാം, അവിടെ ഇവിടെ ഇഷ്ടം പോലെ ആഗ്രഹം കിടക്കുന്ന കാണാം. അപ്പൊ അതിനെ ഇല്ലാതെ കണ്ടാക്കണം. അതാണ് പറയുന്നത് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ അതിനെ ദേഷ്യപ്പായിട്ടോ വെറുപ്പായിട്ടോ, അതിനെ കണ്ടാ ദേഷ്യമോ അതൊന്നുമല്ല. അതിനോട് അമിതമായ താല്പര്യമില്ലായ്ക. കിട്ടിയാൽ ഓക്കെ, കിട്ടിയില്ലേ വേണ്ട. കിട്ടാമായിരുന്നു എന്നൊരു തോന്നൽ വരാൻ പാടില്ല, കഴിക്കാമായിരുന്നു എന്നൊരു തോന്നൽ വരാൻ പാടില്ല. ഇപ്പൊ കിട്ടി, കഴിച്ചു, ഓക്കെ. കിട്ടിയില്ലേ വേണ്ട. അതാണ് ആ ഒരു രീതിയാണ് ശരിക്കും വൈരാഗ്യം. പക്ഷെ ഇപ്പോ ആൾക്കാരുടെ സാധാരണ നിലയ്ക്കുള്ള ചിന്ത വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ്. അങ്ങനെയല്ലേ? അല്ല, വളരെ എളുപ്പമാണത് സമ്പാദിക്കാൻ. എളുപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്താഗതി കൂടെ കാണണം. ഇപ്പൊ കിട്ടി, ഓക്കെ. നാളത്തെ കാര്യം നമുക്ക് അറിയില്ലല്ലോ, നമ്മളുണ്ടോന്ന് തന്നെ അറിയില്ലല്ലോ. പിന്നെ എന്തിനാ നാളത്തെ കുറിച്ച് ആലോചിക്കണം? നാളെ കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം വേണ്ടല്ലോ. ഇനിയും കിട്ടിയാൽ കഴിക്കാമായിരുന്നു, അത് വേണ്ടല്ലോ. ഇപ്പൊ കിട്ടി, ഓക്കെ, കഴിച്ചു, തീർന്നു. ഇപ്പൊ കണ്ടു, ഓക്കെ. നാളെയും കാണാൻ പറ്റുമോ, നാളെയും കേൾക്കാൻ പറ്റുമോ? ഇങ്ങനെ വരുമ്പോഴാണ് അത് വൈരാഗ്യത്തിന് എതിരായിട്ട് വരുന്നത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ കാണുമ്പോൾ വെറുത്ത് പിന്തിരിഞ്ഞു നിൽക്കുകയൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. അതിന് ഒരു ഒട്ടൽ, അതിനോടൊരു ചേരൽ ഇല്ലാതിരുന്നാൽ മതി. ഇതിനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാതിരുന്നാൽ മതി. ഇതിനൊരു വാസനയാക്കാതിരുന്നാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. അപ്പോ ആ ശ്ലോകത്തില് ആചാര്യസ്വാമികൾ പറയുന്നു, മുഖ്യ ആഗ്രഹം അറിയാൻ. എന്തിനു വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഏതിനു വേണ്ടിയാണോ നമ്മൾ പരമാവധി കോംപ്രമൈസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണോ നമ്മൾ മറ്റെല്ലാം ത്യാഗം ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ
നമ്മുടെ മുഖ്യ ആഗ്രഹം ഇപ്പോൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്നു. നല്ല രസകരമായൊരു ഭാഗമാണത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന്. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മളിപ്പോ മുഖ്യമായിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുത്ത് വെച്ചിരിക്കുന്നത് ഏത് ആഗ്രഹത്തിനാണ് എന്ന് സ്വയം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഏതിനു വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളതിനെ കോംപ്രമൈസ് ചെയ്യുന്നത്, ഏതിനെ ആണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ഏതിനു വേണ്ടിയാണ്, അതായത് ആ പ്രയോറിറ്റി ഏതിനാണ് കൊടുത്തിരിക്കുന്നത്. അതിലേറ്റവും എളുപ്പം ചില കാര്യങ്ങൾ ഒരു ത്യാഗമനോഭാവത്തോടു കൂടി, ത്യാഗത്തോടു കൂടി മാറ്റിവെക്കും. ത്യാഗം തന്നെ ചെയ്യും അവിടെ. ആ ത്യാഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നോക്കിയാൽ അത് ആ ആഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുമ്പോ ഇപ്പോ മുമുക്ഷുത്വം അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഇപ്പൊ നോക്കിയാൽ അറിയാം. അല്ല എന്നുള്ളത് 100% ഉറപ്പാ. ഇപ്പോ ത്യാഗങ്ങൾ പലതും ചെയ്യുന്നത് പല ഉള്ളിലെ ആഗ്രഹങ്ങളെയും സാധിക്കാൻ വേണ്ടിയിട്ടാണ്, സംശയമില്ലാത്ത കാര്യം. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഈ ത്യാഗം ചെയ്യേണ്ടത്, ഭക്ഷണത്തിൽ ത്യാഗം ചെയ്യാം, യാത്രകൾ ത്യാഗം ചെയ്യാം, കാഴ്ചകൾ ത്യാഗം ചെയ്യാം, ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് ചെയ്യാം. ആ ത്യാഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഏറ്റവും വലിയ ലക്ഷ്യമായ പ്രധാനമായ മുമുക്ഷുത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതിനെ ഒരു സാധനയാക്കിയിട്ട് ആ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം ത്യാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലതും ത്യാഗം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓരോ തരം ആഗ്രഹ പൂർത്തീകരണത്തിനാണ്. ആ ആഗ്രഹത്തിന്റെ സ്ഥാനത്ത് എന്താഗ്രഹം വരണം? മുമുക്ഷുത്വം എന്ന ആഗ്രഹം വരണം. അതാണ് ആചാര്യസ്വാമിയോട് പറയുന്നത്. ഇപ്പോ നമ്മുടെ ശ്ലോകത്തിലേക്ക് പോയാൽ, സംസാര ബന്ധ നിർമുക്തി കഥം സ്യാന്മേ ദയാനിധേ, അല്ലെങ്കിൽ കഥാനിധേ എന്ന് രണ്ട് തരം. അപ്പോ വിധേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വരന്റെ മറ്റൊരു പേരായിട്ട് വിധേ എന്ന് പറയുന്നു. അപ്പൊ ചില സ്ഥലങ്ങളില് നിധേ, ദയാനിധേ എന്നുള്ളതിന് പകരം വിധേ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. വിധേ എന്ന് പറഞ്ഞാൽ വിധി, അതായത് ഈശ്വരന്റെ മറ്റൊരു പേര് എന്നുള്ള നിലയ്ക്ക് അതിനെ സംബോധനയായിട്ടും ഉപയോഗിക്കാം. സംസാരം അറിയാലോ, സംസാര സാഗരം, ബന്ധനം, ബന്ധം, നിർമുക്തി, നിശേഷമായ മുക്തി. അതാണ് ആ ഒരു പ്രത്യേകത തന്നെ. നിർമുക്തി എന്ന് പറയുന്നതിന് നിശേഷമായിട്ട്, ബാക്കിയില്ലാതെ, ഒട്ടും ബാക്കി വെക്കാതെ സംസാര ബന്ധനത്തിൽ നിന്ന് മുഴുവനായ വേർപെടൽ. അപ്പൊ ഇവിടെ നല്ലൊരു ഭാഷ പറഞ്ഞിരിക്കുന്നു. സംസാരം എന്നാൽ വളരെ രസകരമായിട്ട് പറഞ്ഞിരിക്കുന്നു, മനസ്സിലെ അപൂർണതയാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലെ അപൂർണതയാണ് സംസാരം. എത്ര രസകരമായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലെ അപൂർണത, അതാണ് സംസാരം. നമ്മൾ സംസാരം എന്ന് പറയുമ്പോൾ എന്തെല്ലാമോ ആണ് നമ്മുടെ ഉള്ളിൽ. ഒരു 10,000 കൂട്ടം വലിയൊരു സംഭവമായിട്ടാണ് സംസാരം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത് കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോഴാണ്, നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഈ മീനിങ് ഒക്കെ വരുന്നത്. അപൂർണത, മനസ്സിലെ അപൂർണതയാണ് നമ്മുടെ സംസാരം. അപ്പൊ എവിടേക്കാ നമ്മൾ പോകണ്ടേ? സംസാര സാഗരം താണ്ടുക എന്ന് പറഞ്ഞാൽ എവിടെയാ പോവുക നമ്മള്? അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്തും. പൂർണ്ണമായി എനിക്ക് ഇനി ഒന്നും നേടാനില്ല, എനിക്കിനി ഒരു ആഗ്രഹവും ബാക്കിയില്ല. എൻ്റെ ഒരേ ഒരു കാര്യം, ഞാൻ ആരെന്നറിയുക, ആത്മസാക്ഷാത്കാരം നേടുക, ആത്മാനന്ദം അനുഭവിക്കുക, പൂർണ്ണ സംതൃപ്തനാവുക. അപ്പോ അപൂർണതയാണ്, മനസ്സിലെ അപൂർണതയാണ് സംസാരം. അതിനെ താണ്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ പൂർണ്ണ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാ. അങ്ങനെ കഥം മേ സ്യാത്, എനിക്കിത് എങ്ങനെ കിട്ടും? എന്ത്? നിർമുക്തി എങ്ങനെ കിട്ടും? കഥം മേ സ്യാത്, കഥ എപ്പോൾ? ഇങ്ങനെ ഇതി യാ, ഇങ്ങനെയുള്ള ഒന്ന്, സ ദൃഢാബുദ്ധി, ഏറ്റവും ഉറച്ച ചിന്തയോടുകൂടി വക്തവ്യ പറയപ്പെടുന്നു, അതിനെ മുമുക്ഷുത്വം എന്ന് പറയാം. എനിക്ക് എപ്പോഴാണ് നിർമുക്തി കിട്ടുക എന്ന് വളരെ വ്യാകുലതയോടുകൂടി ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മുമുക്ഷുത്വം എന്ന് പറയാം. അപ്പോ ഇങ്ങനെ ഒരു സ്റ്റേജില്
ഏത് എപ്പോഴാണ് എനിക്ക് ആ പൂർണ്ണത കൈവരിക, എപ്പോഴാണ് ഈ അപൂർണത മനസ്സിന്റെ മാറുക ഭഗവാനെ എന്ന് വിചാരിച്ചിരിക്കുന്ന അതേ മുമുക്ഷുത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കരുത്, അവിടെ നിന്ന് മുന്നോട്ട് പോകണം എന്നാ പറയുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പൊ മുമുക്ഷുത്വം വന്ന് അവിടെ നിൽക്കാൻ പാടില്ല. മുമുക്ഷുത്വം വന്ന അടുത്ത സ്റ്റേജ് ഉണ്ട്. നമുക്കിപ്പോ എന്താ വിചാരം, മുമുക്ഷുത്വം 4ാമത്തെ സാധന ഓക്കെ ആയി, അവിടെ പോരാ. അതാണ് ഈ അപരോക്ഷാനുഭൂതിയുടെ പ്രത്യേകത. അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മളെ. അപ്പോഴെന്താ പറയുന്നത്, ഇനിയും മുന്നോട്ട് പോകണം. അപ്പോൾ അടുത്തൊരു 2 ശ്ലോകങ്ങൾ ആചാര്യസ്വാമികൾ അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ മുമുക്ഷുത്വം ഇങ്ങനെ മനസ്സിൽ വന്നു, കഥം മേ സ്യാദ് എന്ന് ചോദിച്ചു, അങ്ങനെ നിൽക്കരുത്, അവിടുന്ന് മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. ഉക്തസാധനയുക്തേന വിചാര പുരുഷേണ ഹി കർത്തവ്യോ ജ്ഞാനസിദ്ധ്യർത്ഥം ആത്മനഃശുഭമിച്ഛത. അടുത്ത ശ്ലോകം. ഉക്തസാധനയുക്തേന വിചാര പുരുഷേണ ഹി കർത്തവ്യോ ജ്ഞാനസിദ്ധ്യർത്ഥം ആത്മനഃശുഭമിച്ഛത. 2 ശ്ലോകം 10 അടുത്ത ഒരു ശ്ലോകം 11. 2 ശ്ലോകങ്ങളിൽ വിചാരം ചെയ്യണം എന്ന് പറയുന്നു. അതാണ് അപരോക്ഷാനുഭൂതിയുടെ ഒരു വലിയൊരു സംഗതിയാണ്. വിചാരം ചെയ്യൽ എന്നതിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ഇതിനു മുമ്പുള്ള എന്താ പറയാ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ വിചാരം ചെയ്യലിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പൊ ആചാര്യസ്വാമികള് മുമുക്ഷുത്വം എന്നുള്ളൊരു സംഗതിയിൽ വന്ന് നിന്ന് അത് നേടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാള്, ഈശ്വര സാക്ഷാത്കാരം നേടണമെന്ന് ഇരിക്കുന്ന ഒരാള് അങ്ങനെ ചുമ്മാ ആഗ്രഹിച്ച് അവിടെ ഇരുന്നാ പോരാ. അയാൾ എന്ത് ചെയ്യണം, അയാൾ വിചാരം ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നു. വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് അതിൻ്റെ പുറകെ തന്നെ പോവുക. കൂടുതൽ അറിയണം, എനിക്കിതിൽ കൂടുതൽ അറിയണം. പിന്നെ മാത്രമല്ല, എന്തെല്ലാം സംശയങ്ങൾ മനസ്സിലുണ്ടോ അതിനെയെല്ലാം ദൂരീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. നിറയെ സംശയങ്ങൾ വരും, അതിനെല്ലാം മാറ്റണം. വിചാരം ചെയ്യലിൽ കൂടെ മാത്രമേ അത് മാറുകയുള്ളൂ. വിചാരം ചെയ്യുക, വീണ്ടും 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 അതിനെക്കുറിച്ച് ചിന്തിക്കുക, വിചാരം ചെയ്യുക, പലരോടും ചോദിക്കുക, പല പുസ്തകങ്ങൾ വായിക്കുക. ഇങ്ങനെ അതിനിൽ നിന്ന് വിട്ടുമാറാതെ അതിന്റെ പുറകെ തന്നെ നിൽക്കുന്നതാണ് വിചാരം ചെയ്യൽ. അതിന്റെ ഡെപ്തിലേക്ക് വീണ്ടും വീണ്ടും പോവുക. ജ്ഞാനയോഗം എന്ന സാധനയാണ്. ആ സാധനയിലേക്ക് വരണം. ജ്ഞാനയോഗം എന്ന സാധനയിലേക്ക് വരണം. അപ്പൊ സാധനാചതുഷ്ടയത്തിലേക്ക് നമ്മൾ വന്നാൽ എന്താ ഉണ്ടാകുന്നത്, ശമതമാദികൾ മൂലമുള്ള ഗുണങ്ങൾ നമുക്ക് വരും, അല്ലെ? സാധനാചതുഷ്ടയത്തിലേക്ക് പ്രവേശിച്ച് നേരത്തെ പഠിച്ചല്ലോ, അവിടെ വന്നു കഴിയുമ്പോൾ ശമതമാദികളൊക്കെ ആയി, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ സ്വന്തമായി. അങ്ങനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാവും. ശമതമാദികൾ കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാവും, ഉറപ്പാണ്. ശരിക്കും ശമതമാദികൾ ശീലിച്ചു തുടങ്ങിയാൽ പരിവർത്തനം ഉണ്ടാകും. അതിൽ കൂടി ഒരു സുഖം ലഭിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ പഴയ ഫ്രണ്ട്സൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്ന് കുറെ സമയം അവിടെ സംസാരിച്ചു. പഴയ കാര്യങ്ങളും ഒത്തിരി നമ്മൾ മറക്കാൻ ഉദ്ദേശിച്ച പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു കുറെ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ അതൊരു വല്ലായിക തുടങ്ങി. കാരണം നമ്മുടെ ഈ ചിന്തയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ എന്താ വെച്ചാൽ അഗാധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി ഈ പറഞ്ഞ മുമുക്ഷുത്വത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോ സ്വയം അവിടെ എന്തുണ്ടായി, ശമതമാദികളും ഒരുപാട് ആത്മീയ കാര്യങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള്. അദ്ദേഹത്തിന് എന്ത് തോന്നി, ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല. നേരത്തെ നമ്മൾ കാലത്തിന്റെ സമയനഷ്ടത്തെക്കുറിച്ചൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോ ഒരു സമയം നമുക്ക് ഇത്രയും സമയം വെറുതെ പോയി, ഇനി ഒരു മിനിറ്റ് പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി വീട്ടിലെത്തുമ്പോൾ ആ സമയത്ത് ഒരു സുഖം കിട്ടും മനസ്സിന്. എന്താണ്, അനാവശ്യ ടോക്കിൽ നിന്നെല്ലാം നമ്മൾ മാറിയല്ലോ. നമ്മളിപ്പോ ഈ പറഞ്ഞ പ്രാധാന്യം എവിടെയാണ് എന്നുള്ളത് വരുമ്പോ ആ പ്രാധാന്യത്തിന്റെ കൂടെ ഒരു സുഖം വരുന്നുണ്ട്. അതിനെ തിരിച്ചറിയണം, അവിടെയാണ് അതിന്റെ പ്രത്യേകത. ആ ഒരു സുഖത്തെ നമ്മൾ തിരിച്ചറിയണം. ഒരു സുഖം ഉണ്ട് അവിടെ. മറ്റേതിൽ നിന്ന് വിട്ടു വരുമ്പോ വിഷമമല്ല. സാധാരണ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്താ ഉണ്ടാവുക, അയ്യോ അവിടെ കുറെ നേരം ഇരുന്ന് സംസാരിക്കായിരുന്നു, വിട്ടു പോകുന്നല്ലോ എന്ന് തോന്നി. ഇങ്ങനെയല്ല, ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ആ തിരക്കിൽ നിന്ന് മാറുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുവരുമ്പോൾ ഒരു സുഖം നമ്മളെ തേടിയെത്തും.
മനസ്സിന്റെ ചഞ്ചലപ്പ് മാറി മനസ്സിന് ഒരു നിറവ് വരും. അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെയല്ല. അവിടെ നിന്ന് വിട്ടു വന്നു കഴിയുമ്പോൾ ഒരു മനസ്സിന്റെ ചഞ്ചലപ്പ് മാറി ഒരു സുഖം വരും. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാവുന്നതാണ്, അനുഭവിച്ചറിയാവുന്നതാണ്, അനുഭവിച്ചറിയണം. അപ്പോ ആ ഒരു വിവേകം എന്താണ് അവിടെ വിവേകമുണ്ടായത്? അവിടെ കുറച്ചു സമയം ഇരുന്ന് അവിടെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശാശ്വതമല്ലെന്നും ശാശ്വതമായ സുഖത്തിന്റെ പുറകെയാണ് എൻ്റെ ഇപ്പോഴത്തെ യാത്രയെന്നും അതിനെ ഇത് ഉപകരിക്കില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നുള്ള മാറ്റം, ആ ഒരു വിവേകം, അതിനെ എവിടെ കട്ട് ചെയ്യണമോ അവിടെ കട്ട് ചെയ്യാനുള്ള വിവേകം, ആ വിവേകം എന്ത് തരും? ആനന്ദം തരും. തന്നല്ലോ. തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലാത്തതിൽ നിന്ന് മാറി വരുമ്പോൾ നമുക്ക് ആനന്ദമുണ്ട്. അപ്പോ അതായി. പിന്നെ വൈരാഗ്യം വരുമ്പോ എന്തുണ്ടായി? ഈ ആനന്ദം കുറെ കൂടെ കൂടും. അപ്പോ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാതിരിക്കുമ്പോൾ എന്ത് കിട്ടിയാലും ഓക്കെ എന്ന് പോകുമ്പോ എന്തായി? മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അങ്ങോട്ട് പോകുമ്പോ ആ വൈരാഗ്യം നമ്മുടെ കൂടെ വന്നപ്പോ എന്തുണ്ടായി? ആനന്ദം കുറെ കൂടെ കൂടി. ആ ഒരു സുഖം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ സാധകൻ ഇത്രയുമാവുമ്പോ മനസ്സമാധാനത്തോടെ, അപ്പൊ നേരത്തെ നമ്മൾ മനസ്സമാധാനത്തിനൊരു കാര്യം പറഞ്ഞു. എന്താണ് മനസ്സമാധാനം? പരമമായ ലക്ഷ്യത്തിൽ മാത്രം മനസ്സുറച്ചിരിക്കുന്നതാണ് മനസ്സമാധാനം എന്ന് പഠിച്ചു. അപ്പോ ഒരു മനസ്സമാധാനത്തോടെ അതിലേക്കുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മനസ്സമാധാനത്തോടെ ഇപ്പൊ ജീവിക്കും. ആ പരമമായ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ, അതിൽ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ പലരും ഇവിടം കൊണ്ട് തൃപ്തരാകും. ആ വഴിയിലേക്ക് ഇറങ്ങി അവിടെ നിൽക്കുക. മുന്നോട്ട് പോണ്ടേ? ഒരു സുഖം കിട്ടി, വൈരാഗ്യമൊക്കെ വായി ശീലിച്ച് എല്ലാം കഴിഞ്ഞു ഒരു സുഖം, ലൗകിക സുഖമല്ലാത്ത ഒരു സുഖം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് അവര് തൃപ്തരായി അവിടെ നിൽക്കും എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. നമ്മളൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. അതാണ് ആചാര്യസ്വാമി പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അത് നമുക്കറിയില്ല. നമ്മളൊരു മനസ്സമാധാനമൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു ഓക്കെ ആണെന്ന്. അതല്ല, ഇതിനപ്പുറമുണ്ട്. അവിടെയേ ആത്മജ്ഞാനം വരുള്ളൂ. നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാണ്? അപരോക്ഷാനുഭൂതി. എന്താണ് അവിടെ പറഞ്ഞത്? തടസ്സങ്ങൾ മാറ്റിയുള്ള ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ്. തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് പോവാണ്. ഇതൊരു തടസ്സമാണ് എന്നാണ് പറയുന്നത്. എന്താണ്? ഈ സാധനകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്റ്റേജിൽ കിട്ടുന്ന സമാധാനം അടുത്ത സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇവിടെ നിന്നാ മതി, ആയി എന്ന് വിചാരിക്കും. അത് ആകലല്ല, അത് പരിപൂർണമല്ല, അത് പൂർണ്ണ സംതൃപ്തി അല്ല എന്ന് തിരിച്ചറിയണം എന്നിവിടെ ആചാര്യസ്വാമി പറയുന്നു. അപ്പോ കാരണം എന്താണെന്നറിയോ? അവിടെ നിന്ന് കഴിഞ്ഞാൽ ലക്ഷ്യം മറന്നു കഴിഞ്ഞു. ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലാണ് നമ്മള്. ലക്ഷ്യം അങ്ങറ്റം കിടക്കുകയാണ്. ആ വഴി വന്നപ്പോ തന്നെ ഇല്ലേ, നല്ല വെളിച്ചമുള്ള റോഡിൽ വന്ന് ഇരുട്ടുള്ള റോഡിൽ നിന്ന് കയറി വെളിച്ചമുള്ള റോഡിൽ വരുമ്പോ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പക്ഷെ ലക്ഷ്യം അങ്ങറ്റമായിരിക്കും, അങ്ങോട്ട് ചെല്ലണ്ടേ. പക്ഷെ ആദ്യം കയറുമ്പോൾ ഈ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങ് ദൂരെ വെളിച്ചം കണ്ടപ്പോൾ അവിടെ എത്തണം ഇരുട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉള്ള വഴിക്ക് എത്തിയപ്പോ ഒരു സുഖമായി. എന്നാ ഇനി പതുക്കെ പോവാം, അങ്ങനെ തോന്നാറുണ്ടല്ലോ. ആ പതുക്കെ പോകാണ് നമ്മൾ മാറ്റിയെടുക്കണ്ടേ. അല്ലെങ്കിൽ കുറച്ച് ഇരുന്നിട്ട് പോകാം എന്നും വിചാരിക്കാലോ. ആ മാറ്റമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. കാരണം ലക്ഷ്യത്തെ മറന്നു പോകരുത്. ആ സമയം ആത്മജ്ഞാനമാണ് ലക്ഷ്യം, നമ്മുടെ വഴിയല്ല ലക്ഷ്യം. അപ്പോ പരമമായ ലക്ഷ്യം ആത്മജ്ഞാനമാണ്. ഇപ്പോ ഒരു സമാധാനം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്, അത് ആത്മജ്ഞാനമല്ല. യോഗ സാധനയിൽ മുന്നേറുമ്പോൾ പിന്നെ പല സിദ്ധികളും ഉണ്ടാകാം. അത് അന്തിമ ലക്ഷ്യമല്ല. സിദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ അത്ഭുത പ്രവൃത്തികൾ കാണുന്നതിന് മാത്രം മനസ്സിൽ വിചാരിക്കരുത്. സാധാരണ ഓർഡിനറി ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യൻ എന്താണ് സിദ്ധി? ചില കാര്യങ്ങൾ നമുക്ക് അത് ഇന്ന രീതിയിലായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും, അതുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നിന്ന് നുണ പറയുകയാണെങ്കിൽ നുണയാണ് പറയണമെന്ന് ടക്കെന്നുള്ളിൽ മനസ്സിലാവും. ഒരാൾ നമ്മളെ പറ്റിക്കാൻ പുറപ്പെടുമ്പോൾ നമ്മൾ ആ പറ്റിക്കലിൽ പെട്ടുപോകില്ല.
ഇതൊക്കെ ചെറിയ ചെറിയ സിദ്ധികൾ തന്നെയാണ്. ഇതൊക്കെ സിദ്ധികളാണ്. സാധാരണ മനുഷ്യന് കലികാലമായതുകൊണ്ട് മറ്റേ സിദ്ധിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഒരാളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുക, പിന്നെ നല്ല പ്രഭാഷണങ്ങൾ വലിയ വലിയ ആൾക്കാരുടെ കേൾക്കുമ്പോൾ അത് നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുക, പൂർണ്ണമായിട്ടും അവിടെ ഇരുന്ന് ശ്രദ്ധയോടെ ഉറക്കം വരാതെ അതിൽ മുഴുകി ഇരിക്കാൻ സാധിക്കുക, ഇതൊക്കെ സിദ്ധികളാണ്. അപ്പൊ സിദ്ധികൾ വരും. സാധനയിൽ മുന്നോട്ട് പോകുമ്പോൾ സിദ്ധികൾ വരും. അത് അന്തിമ ലക്ഷ്യമല്ല, സാധനയിലെ പുരോഗതിയെ വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു നല്ല ഉപനിഷത്ത് പ്രഭാഷണം കേൾക്കാനിരുന്ന് പൂർണ്ണമായിട്ട് കേൾക്കാൻ മനസ്സോടുകൂടി ഇരുന്ന് കേട്ട് അതിനകത്തേക്ക് വലിയ ഇൻട്രസ്റ്റോടുകൂടി അടുത്തത് എന്ത് എന്ന് നോക്കിക്കൊണ്ടിരുന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇതുവരെയുള്ള സാധന ഫലവത്തായി എന്നാണ്. അപ്പോ അത്രയായുള്ളൂ. അവിടെ സാധന ഫലവത്തായി വരുന്നു. ഇപ്പോ പൂർണ്ണമായിട്ടും ഉപനിഷത്തൊക്കെ കേൾക്കാൻ, വേദാന്തം കേൾക്കുമ്പോൾ ദേഷ്യമൊന്നുമില്ല, പണ്ടത്തെ പോലെ ഇതൊക്കെ ആർക്ക് വേണമെന്നുള്ള തോന്നലൊന്നുമില്ല. വേദാന്തത്തിലൊരു രുചി വന്നു, വേദാന്തം ഇനിയും കേൾക്കണമെന്ന് തോന്നുന്നു. പക്ഷെ അതേസമയം വേദാന്തത്തിലെ പല കാര്യം ഒന്നുമില്ല, ജസ്റ്റ് ആത്മ എന്നുള്ളത് പോലും ഒരുപാട് അകലെയാണ്, പക്ഷെ അറിയേണ്ടതാണ് എന്നുള്ള മോഹം ഉള്ളിൽ നന്നായിട്ട് വന്നു. അത് തന്നെയാണ് മുമുക്ഷുത്വം. അപ്പോ ഇനി എന്ത് ചെയ്യണം? അറിയണ്ടേ? അപ്പൊ എന്ത് വേണം? മുന്നോട്ട് പോകണം. ആ വെളിച്ചം കണ്ടെടുത്ത് നിന്ന് റെസ്റ്റ് എടുക്കരുത്, മുന്നോട്ട് പോകണം. അപ്പോ സാധാരണ എല്ലാ പ്രവൃത്തിക്കും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിനെ അവാന്തര ഫലം എന്ന് പറയും. അപ്പോ ഈ സാധന ചെയ്യുമ്പോഴും മറ്റു പ്രവൃത്തികളെ പോലെ തന്നെയാണ് ഒരു അവാന്തര ഫലം ഉണ്ടാവും. അതാണ് സിദ്ധികൾ. അപ്പൊ നമുക്ക് സാധനയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വയം തന്നെ അറിയാം, നമ്മളിൽ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ഞാനെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെ അഹംഭാവമായിട്ടോ എൻ്റെ വലിയൊരു മേന്മയായിട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ കണ്ടുപോകണം. ഇതൊരു സൈഡ് എഫക്റ്റ്. നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. ഇപ്പൊ ഞാൻ ആരായി മാറിയിരിക്കുന്നു, അതല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പൊ സേവാ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം സേവാ പ്രവർത്തനത്തിന് ഇങ്ങനെ വായിച്ചു കേട്ടു, ആൾക്കാരെ സഹായിക്കണം, ഭഗവാന്റെ ഇതിനകത്തൊക്കെ സേവയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതൊരു വഴിയാണ്. ആ സേവാ പ്രവർത്തനത്തിന് ഇറങ്ങി കുറച്ചങ്ങ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ആയിട്ടുള്ള ചില ഗുണങ്ങൾ, ചില ഫലങ്ങൾ വരും. എന്താണ് സൈഡ് ഫലം വരുന്നത്? 10 പേര് നമ്മളെ കണ്ട ഒന്ന് ആദരിക്കാൻ തുടങ്ങും. നമ്മൾ 10 പേർക്ക് അവിടെ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരാരെങ്കിലും വഴിയെ കാണുമ്പോൾ നമ്മളെ ഒന്ന് തൊഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ ഒന്ന് ചെയറിട്ടിരിക്കാൻ പറയും. ചില റെസ്പെക്റ്റുകൾ നമുക്ക് കൂടുതൽ കിട്ടും. ചില റെക്കഗ്നീഷൻ നമുക്ക് തരും. ചിലര് ഒരു സ്വീകരണമൊക്കെ തരും. വലിയ വലിയ പ്രവൃത്തികൾ ചെയ്ത ആളാണ്, ഇദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞൊരു സ്വീകരണങ്ങൾ തരും, പൊന്നാടയണിയിക്കും. ഇതൊക്കെ എവിടെ നിന്നുണ്ടാവുന്നതാ? ആ സേവാ പ്രവർത്തനത്തിന്റെ സൈഡ് ഇഫക്റ്റാണ്. അതിൻ്റെ അവാന്തര ഫലമാണ്. അതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് അതാണോ? അല്ലല്ലോ. നമ്മൾ സേവ ചെയ്യുമ്പോൾ ശരിയായിട്ടുണ്ടാകുന്ന റിസൾട്ട് എന്താണ്? മനസ്സിൽ ഒട്ടും അഹങ്കാരമില്ലാതെ നമമ എന്ന് മന്ത്രങ്ങൾ പറയുമ്പോൾ പറയും, എൻ്റെ അല്ല എന്നുള്ള സങ്കല്പത്തോടുകൂടി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും, അല്ലെങ്കിൽ ഞാൻ ആർക്കോ കൊടുക്കുന്നോ അതും നാരായണനാണ്, നാരായണ സേവയാണ്. എൻ്റെ പാപകർമ്മങ്ങൾ പോകാനായിട്ട്, എൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എന്നെ നയിക്കാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്നതിനെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. ഞാനൊരു ത്യാഗം ചെയ്യുന്നു. ആ ത്യാഗം എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ ഇവിടെ പറഞ്ഞ മുമുക്ഷുത്വത്തിന് വേണ്ടി ത്യാഗം ചെയ്യണം. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന ത്യാഗം എവിടെയാണ്? പലപ്പോഴും പേരിനും പ്രശസ്തിക്കും പൊന്നാടയ്ക്കും അവാർഡിനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും എന്ത് കൊണ്ടുവരണം മുമ്പിലേക്ക്? മുമുക്ഷുത്വം. അതായത് അതിൻ്റെ പ്രാധാന്യം തന്നെ ആയിരിക്കണം. ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം, ആത്മജ്ഞാനമായിരിക്കണം ലക്ഷ്യം. അപ്പോ പിന്നെ പണം, ചിലപ്പോൾ കൂടുതലായിട്ട് പണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോരുത്തരും നമ്മൾ സർവീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലരും നമ്മളെ ഏൽപ്പിക്കും പണം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം വരും. കണ്ടിട്ടുള്ളതല്ലേ? എത്രയോ സേവാ പ്രവർത്തനങ്ങളുടെ സ്ഥലങ്ങളിൽ ആദ്യം ഒന്ന് വളരും, പിന്നെ അതിഭയങ്കരമായിട്ട് വളരും, പിന്നെ അപ്രത്യക്ഷമാവും. ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിലൊന്നും പോയി പെട്ടേക്കരുത്. ഇതിപ്പോ അതിന്റെ ഉദാഹരണം പറഞ്ഞത് സൈഡായിട്ട് പലതും വരും എന്ന് പറയാനായിട്ടാണ് ഇത് പറഞ്ഞത്. ഈ സമ്പത്ത് അങ്ങനെ വരുമ്പോ ഈ സമ്പത്തിനെ അനുഭവിക്കൂ. നമുക്ക് നോക്കിയാൽ കണ്ടറിയാം. നമ്മൾ ഒരു സേവാ പ്രവർത്തനത്തിന്റെ പരിപാടിക്ക് ഇറങ്ങിയ
ഒരു ഗ്രൂപ്പ് ഓഫ് 2-3 പേര് ഇറങ്ങി. അത് വളർന്നു വലുതായി. പിന്നെ അവരുടെ യാത്രയൊക്കെ എന്തിലാവും? ആദ്യം സൈക്കിളിലോ നടന്നോ പോയിക്കൊണ്ടിരുന്നവർ പിന്നെ വാഹനങ്ങളിലാവും. അവരുടെ ഓഫീസ് എന്താവും? AC ആവും. ഇങ്ങനെ അത് എല്ലാം വളരെ ഇതിൽ. അപ്പോ അവിടെ സുഖഭോഗങ്ങൾ, ഇതിൽ കൂടി കുറെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നമ്മൾ അറിയാതെ പറ്റിപ്പോകുന്നതാ. നമ്മൾ എന്ത് വിചാരിക്കും? വണ്ടി ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടല്ലോ എല്ലാം കൊണ്ട കൊടുക്കാൻ, അവിടെ എവിടെ പോകാൻ കാറുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടല്ലോ. ഒന്നാമത് ഭയങ്കര ചൂട്, അപ്പൊ AC കാറാണെങ്കിൽ കുറച്ചുകൂടെ നന്നായല്ലോ. ഓഫീസിലാണെങ്കിൽ 100 കൂട്ടം പണിയുണ്ട്, എത്ര പേരുടെ കാര്യങ്ങൾ എഴുതണം, പല കാര്യങ്ങളുണ്ട്, പൈസ വരുന്നതിന്റെ കണക്കുണ്ട്, ബാങ്കിൽ പോകണമെന്ന് എല്ലാം ഉണ്ട്. അപ്പം ഓഫീസിൽ ഇരുന്ന് ചൂട് കൊണ്ട് സഹിക്കാൻ മേല AC റൂം ആവട്ടെ. നമ്മളറിയാതെ ഈ വന്ന പണം നമ്മൾ നമ്മുടെ സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും സുഖമാണ് എന്ന് കരുതി സുഖം വർദ്ധിപ്പിക്കാനായിട്ട് അതുപയോഗിക്കുന്നു. അത് ശാശ്വത സുഖമല്ലല്ലോ, തിരിച്ചറിയുന്നില്ലല്ലോ. ശാശ്വത സുഖം കിട്ടേണ്ട മാർഗത്തെ മറന്ന് അനിത്യമായ സുഖത്തിന്റെ, താൽക്കാലികമായ സുഖത്തിന്റെ പുറകെ പോകുന്നു, ഈ സൈഡ് ഇഫക്റ്റ് കൊണ്ട് തന്നെ. അപ്പൊ പിന്നെ മെയിൻ്റെ കാര്യം പറയണോ? അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കുടുങ്ങിപ്പോകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മുഖ്യ ലക്ഷ്യം വിസ്മരിക്കപ്പെടരുത്. സാധനാചതിഷ്ഠയ സമ്പത്തി ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡ് ഇഫക്റ്റ് കുറെ നമുക്ക് വരും. സമാധാനമാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. ആ സമാധാനം കിട്ടിക്കഴിയുമ്പോൾ അതാണ് യഥാർത്ഥ ആത്മജ്ഞാനം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അവിടെ നിന്നു പോകരുത്. ആനന്ദമയ കോശമാണത്. അവിടെയാണ് ആനന്ദമയ കോശം. സാധാരണ നിലയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നതല്ല ആനന്ദമയ കോശം. എല്ലാ സാധനാചതുഷ്ടയം എല്ലാം ചെയ്ത് മുന്നോട്ട് വന്ന് ഒരു സമാധാനം കൈവരിക്കപ്പെടുമ്പോൾ അതാണ് ആനന്ദമയ കോശം. നമ്മൾ പണ്ട് പഠിച്ചതോ, പണ്ട് ഓരോ കോശങ്ങളെയും കടന്നു വരുമ്പോൾ പഠിച്ചത് ഇത്രയും ഡീപ്പായിട്ടല്ല. അവിടെ അല്ലാതെ കിട്ടുന്ന കുറെ കിട്ടുന്ന സുഖങ്ങൾ എന്നുള്ളൊരു നിലയ്ക്ക് മാത്രമാണ്. കുറച്ച് നാളെങ്കിലും നീണ്ടു നിൽക്കുന്ന സുഖത്തെയാണ് അവിടെ നമ്മൾ പഠിച്ചത്. ഇപ്പൊ അതല്ല, ഇപ്പൊ സംഗതിയേ മാറി. അതാണ് ഇതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്ന് പറയാൻ കാരണം, ഇപ്പോ ഈ സമാധാനം എന്ന് പറഞ്ഞ ആ മുമുക്ഷത്വത്തിലേക്ക്, അന്തിമ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടങ്ങി നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന, വേറൊന്നിലും ചിന്തയില്ലാതെ ആ ലക്ഷ്യം മാത്രം ചിന്തിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സമാധാനം, അത് ആത്മജ്ഞാനമല്ല. അത് ആത്മജ്ഞാനം എന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് അവിടെ പറയുന്നത്. അവിടെ നിന്നും മുന്നോട്ട് പോകണം. അപ്പോ ആ കോശത്തിലും വൈരാഗ്യം വരണം. അതാണ് ഏറ്റവും രസകരമായിട്ട് പറഞ്ഞാൽ, ഭയങ്കര രസമേണ്ട ആചാര്യസ്വാമി പറയുന്നത്. ഈ മനസ്സമാധാനത്തിലും വൈരാഗ്യം വരണം എന്നാ പറയുന്നത്. ഇതല്ല എനിക്ക് വേണ്ടത്, പൂർണ്ണതയാണ് എനിക്ക് വേണ്ടത്, ഇത് പൂർണ്ണതയായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. ഉക്തസാധന യുക്തേന, ഉക്തസാധന യുക്തേന, ഉക്തം പറഞ്ഞത്, സാധനകൾ, യുക്തേന സാധനയോട് കൂടിയ, പുരുഷേണ പുരുഷാധകനാൽ, ഈ പറഞ്ഞ നേരത്തെ സാധനകളോട് കൂടിയ സാധനകൾ ചെയ്യുന്നൊരു പുരുഷനാൽ, വിചാരഹാഹി വിചാരം തന്നെയാണ് കർത്തവ്യ, വിചാരം തന്നെയാണ് കർത്തവ്യം. വിചാരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഉക്തസാധന യുക്തേന ഉക്തസാധന യുക്തേന പുരുഷേണ വിചാരഹി കർത്തവ്യം. ഈ സാധനകളൊക്കെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ സാധകൻ നിർബന്ധമായിട്ടും വിചാരം ചെയ്യണം എന്ന് ആണ് ഇവിടെ. അപരോക്ഷ അനുഭൂതിയിലാണ് ഇത് വരുന്നത്, മറ്റുള്ളവർക്കും ഇത്രയും വന്നിട്ടില്ല. അത് ഗംഭീരമായിട്ട് വരുന്നുണ്ട് ഇനി മുന്നോട്ട്. അപ്പൊ വിചാരം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ജ്ഞാനസിദ്ധ്യർത്ഥം, ആത്മജ്ഞാനം ലഭിക്കുവാനായി വിചാരം ചെയ്തേ പറ്റൂ. അപ്പോ ചോദിച്ചു, ശരി, എന്തിനാണ് ഈ ജ്ഞാനം? ജ്ഞാനസിദ്ധിക്കായിട്ട് എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാണ് ജ്ഞാനം? ആത്മനഃ ശുഭം ഇച്ഛത, ആത്മനഃ ശുഭം ഇച്ഛത. അതായത് അവനവന് മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ ജ്ഞാനസിദ്ധ്യർത്ഥം, ജ്ഞാനസിദ്ധിക്ക് വേണ്ടിയിട്ട്, ജ്ഞാനം കിട്ടിയാലേ മോക്ഷം കിട്ടും. അപ്പൊ ജ്ഞാനസിദ്ധിക്കായിട്ട് വിചാരം ചെയ്തേ പറ്റുള്ളൂ. ആത്മജ്ഞാനം നേടണമെങ്കിൽ വിചാരം ചെയ്യണം എന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. വിചാരം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇനിയും മുന്നോട്ട് വരും. അതായത് അവനവനെ അറിയണമെങ്കിൽ, ഞാൻ ആരെന്ന് അറിയണമെങ്കിൽ, രമണ മഹർഷി പറഞ്ഞ ഞാൻ ആര് എന്ന് ചെനത്തിപ്പാരെന്ന് പറഞ്ഞത് ഞാൻ ആരെന്നറിയണമെങ്കിൽ
വിചാരം ചെയ്തേ അറിയാൻ പറ്റുള്ളൂ. അതല്ലേ ഇവിടെ പറയുന്നത്, നീ ആര് എന്ന് വിചാരം ചെയ്ത് പാരുന്ന പറയണേ. വിചാരം ചെയ്യണം, വിചാരം ചെയ്താലേ പറ്റുള്ളൂ. ആരെന്നറിയണമെങ്കിൽ വിചാരം ചെയ്യണം. നമ്മൾ സാധാരണ വിചാരം എന്നുള്ളൊരു സംഭവം അല്ല, വിചാരം ചുമ്മാ തിങ്കിങ്, അതല്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അകത്തു പോയി പരിശോധിക്കുക. അപ്പോ വിചാരത്തിന്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. കർമ്മയോഗം, ധ്യാനയോഗം, തുടർന്ന് ജ്ഞാനയോഗത്തിലേക്ക് കടക്കണം. കർമ്മയോഗം കടക്കണം, ധ്യാനയോഗം കടക്കണം, അത് കഴിഞ്ഞ് ജ്ഞാനയോഗത്തിലേക്ക് എത്തണം. ജ്ഞാനസിദ്ധിയാണ് ലക്ഷ്യം എങ്കിൽ വിചാരം തന്നെ വേണം എന്ന് നിർബന്ധം. വേറെ ഒരു വഴിയും ഇല്ല. അപ്പൊ വേറെ വല്ല വഴിയും ആയാലോ? അപ്പൊ ആചാര്യസ്വാമി പറയുന്നു, ജ്ഞാനസമ്പാദനത്തിന്, ഇവിടെ കണിശമായിട്ട് പറയാണ്, ജ്ഞാനസമ്പാദനത്തിന് വിചാരം മാത്രമാണ് വഴി, അത് മാത്രമാണ് സാധന. വേറെ ഒരു മാർഗവും ഇല്ല. കർമ്മം കൊണ്ട് പറ്റില്ലല്ലോ. എന്തെങ്കിലും കർമ്മം ചെയ്ത് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുമോ? ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുമോ? പറ്റില്ല. സാധനകൾ ചെയ്ത് അതിൻ്റെ വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് വേണം ഈ കറകളെ മുഴുവൻ കളയാൻ. ഈ അഴുക്ക് എവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണും. സാധനങ്ങളിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിനെയൊക്കെ കളയണമെങ്കിൽ വിചാരം ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാതെ വേറെ മാർഗം ഇല്ല എന്ന് ആചാര്യസ്വാമികള് അപരോക്ഷാനുഭൂതിയിൽ ഈ 10ാമത്തെ ശ്ലോകത്ത് അടിവരയിട്ട് പറയുന്നു. വിചാരം കൂടിയേ തീരൂ. എന്താണ് ഈ വിചാരം ചെയ്യൽ? എന്തിനെ വിചാരം ചെയ്യണം? ഇതിന് മറുപടി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. വിചാരം ചെയ്യണം, എന്തിനെ വിചാരം ചെയ്യണം? എന്താണ് വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് വിചാരം ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകം മുതൽ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. എന്തായാലും രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാൻ ബാബായുടെ അനുഗ്രഹം, അത്രയേ ഉള്ളൂ. ഇത്രയ്ക്കൊക്കെ ഇതിലേക്കൊക്കെ സഞ്ചരിക്കാൻ, ഈ വഴി കൂടെ പോകാൻ തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് കണ്ടു അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. മുന്നോട്ട് പോകാൻ ഭഗവാൻ ഇനിയും നമ്മളെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കട്ടെ. മുന്നോട്ട് പോകുന്നു ഭഗവാൻ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത് സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ.